ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മൂസ് പൊടിക്കൈ. ഇന്ന് ഞാൻ മിൽക്ക് മെയ്ഡ് വെച്ച് ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. സേമിയ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത സേമിയയാണ്. ഇത് നമുക്ക് വറുത്ത് വേണം ഇത് ഉപയോഗിക്കാൻ. അതുപോലെ മധുരത്തിന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്, മിൽക്ക് മെയ്ഡ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഒന്ന് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചൗരി എടുത്തിട്ടുണ്ട്. ഞാനിത് കുതിർത്ത് വച്ചിരിക്കുകയാണ്. കുതിർത്ത് വച്ചിരിക്കുന്നത് കൊണ്ട് എളുപ്പം വെന്ത് കിട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ 1/4 കപ്പ് ഷുഗറേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നെയ്യ്, കുറച്ച് ഏലക്ക ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇവിടെ ഞാനൊരു പാൻ വെക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ നിന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറുത്ത് പോരാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇതിൽ ബാക്കി വന്ന ഇതിലോട്ട് തന്നെ ഈ സേമിയ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. നമ്മൾ ഈ പാനിലോട്ട് തന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന ഈ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കാരമലൈസ് ചെയ്യാനെ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഇപ്പോഴേ നമ്മൾ ഇളക്കി കൊടുക്കണ്ട. ഒന്ന് ചെറുതായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഉണ്ടാക്കരുത്. ചെറിയ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇനി ഞാൻ ഇതിലേക്കൊരു വളരെ സിമ്മാക്കി ഫ്ലെയിം വെച്ചിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ടിയായാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് നന്നായിട്ട് പിന്നെ മെൽറ്റായി കിട്ടിക്കോളും, കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഇത് നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരത്തിനായി ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മൾ ആഡ് ചെയ്തിരുന്ന ആ 1/4 കപ്പ് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ ഷുഗറും കൂടി മാത്രമേ ഞാനിവിടെ മധുരത്തിനായി ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനി ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാലിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആഡ് ചെയ്യാം. മധുരത്തിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചൗവരി ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചൗവരി ഇട്ടതിന് ശേഷം ഇത് പകുതി വേവായി കിട്ടിയിട്ടുണ്ട്. ചൗവരി ട്രാൻസ്പെറൻ്റ് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈ സേവായും കൂടെ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടതിന് ശേഷം
ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഏലക്കായും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഒരുപാട് കുറുകി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായി പോവും. ഈ സമയത്ത് നമ്മൾ ഇറക്കിയാൽ നമുക്ക് നന്നായിട്ട് കുടിക്കാൻ പരുവത്തിന് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. മിൽക്ക് മെയ്ഡ് സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. താങ്ക്